أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا والمدبرات أمرا. അവിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആത്മാവുകളെ ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. സത്യവിശ്വാസികളുടെ ആത്മാക്കളെ സൗമ്യതയോടെ പുറത്തു കൊണ്ടുവരുന്നവ തന്നെ സത്യം. ഊക്കോടെ ഒഴുകി വരുന്ന തന്നെയാണ് സത്യം. എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവയും കാര്യം നിയന്ത്രിക്കുന്നവയും തന്നെയാണ് സത്യം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യൗമ തർജുഫു റാജിഫതു തത്ബഉഹാ റാദിഫ. അതിനെ തുടർന്നതിന്റെ പിന്നാലെ മറ്റും ഖുലൂബു യൗമൈദിൻ വാജിഫത്തുൻ അബ്സാറുഹാ ഖാശിഅ. ചില ഹൃദയങ്ങളുണ്ടല്ലോ അങ്ങ് വിറച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവയുടെ കണ്ണുകൾ അന്ന് കീഴ്പോട്ട് താഴ്ന്നിരിക്കുന്നതാണ്. യഖൂലൂന ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറാ. അവർ പറയും, തീർച്ചയായും നാം നമ്മുടെ മുൻസ്ഥിതിയിലേക്ക് മടക്കപ്പെടുകയാണോ? അയിദാ കുന്നാ ഇദാമൻ നഖിറ. നാം ജീർണിച്ച എല്ലുകളായി കഴിഞ്ഞാലും നമുക്ക് മടക്കമോ? ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ. അവർ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നഷ്ടകരമായ ഒരു തിരിച്ചുവരവായിരിക്കും അന്നുണ്ടാകുക. അതായത് നഷ്ടമായ ഒരു തിരിച്ചുവരവായിരിക്കും അത്. ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ. അത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരിക്കുന്നതാണ്. ഫൈദാ ബിസ്സാഹിറ. അപ്പോഴതാ അവർ ഭൂമുഖത്തെത്തിക്കഴിഞ്ഞു. ഹൽ അതാക ഹദീദു മൂസാ. മൂസാ നബിയുടെ വർത്തമാനം താങ്കൾക്ക് വന്നെത്തിയോ? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മൂസാ നബിയുടെ വർത്തമാനം താങ്കൾക്ക് വന്നെത്തിയോ? ഇദ്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ. മൂസാ നബിയുടെ വർത്തമാനം താങ്കൾക്ക് വന്നു കിട്ടിയോ? തുവാ എന്ന പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. നീ ഫിർഔന്റെ അടുത്തേക്ക് പോകുക, തീർച്ചയായും അവൻ അതിരിക്കമിരിക്കുന്നു. ഫഖുൽ ഹൽ ലക ഇലാ അൻ തസദ്ദാ. എന്നിട്ട് പ്രകാരം ചോദിക്കുക, നീ പരിശുദ്ധി പ്രാപിക്കാൻ തയ്യാറുണ്ടോ? വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. നിന്റെ രക്ഷിതാവിലേക്ക് നിനക്ക് ഞാൻ വഴി കാണിച്ചു തരാം. എന്നിട്ട് നീ ഭയപ്പെടാൻ തയ്യാറുണ്ടോ? ഫഅറാഹുൽ ആയത്തുൽ കുബ്രാ. അങ്ങനെ അദ്ദേഹം മൂസ അവനാ മഹത്തായ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. ഫകദ്ദബ വസാ. അപ്പോൾ അവൻ നിഷേധിച്ച് തള്ളുകയും ധിക്കരിക്കുകയും ചെയ്തു. ലോക അവസാനത്തിന്റെ
അതായത് ലോകാവസാനത്തിൽ കാഹളം മുഴക്കപ്പെടുന്ന രണ്ട് സന്ദർഭങ്ങളെ പറ്റിയാണ് പരാമർശം. എല്ലാവരും ഖബറുകളിൽ നിന്ന് പുറത്തു വന്ന് നിരപ്പായ ഭൂതലത്തിൽ സമ്മേളിക്കുമെന്നർത്ഥം. ലോകാവസാനത്തോടെ ഭൂമിയിലുള്ളതെല്ലാം നശിക്കുകയും ഭൂമുഖം ഒരു നിരന്ന പ്രതലമാക്കുകയും ചെയ്യുന്നതാണ്. അവിടെയാണ് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യൻ സമ്മേളിക്കുന്നത്. അദ്ദേഹം താഴെയിടുന്ന വഴി പാമ്പായി മാറുക എന്നതായിരുന്നു ആ മഹാദൃഷ്ടാന്തം. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. ദൃഷ്ടാന്തം എന്താണ്? അദ്ദേഹം താഴെയിടുന്ന ഒരു വടി അടിക്കുന്നു, അത് പാമ്പായി മാറിയതാണ് ദൃഷ്ടാന്തം. ഫറോവയുടെ മുന്നിൽ അത് കാണിച്ചു കൊടുത്തു. എന്നാൽ അവൻ നിഷേധിച്ച് തള്ളി. പിന്നെ അവൻ എതിർ ശ്രമങ്ങൾ നടത്തുന്നവനായി പിന്തിരിഞ്ഞു പോയി. അങ്ങനെ അവൻ തന്റെ ആൾക്കാരെ ശേഖരിച്ചു. എന്നിട്ട് വിളംബരം ചെയ്തു, ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവാകുന്നു എന്നവൻ പറഞ്ഞു. ഫറോവ ജനങ്ങളെയെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവാകുന്നു എന്നവൻ മാനവ സമൂഹത്തോട്, അന്നത്തെ ജനതയോട് അവൻ പറഞ്ഞു. അപ്പോൾ പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും ശിക്ഷയ്ക്കായി അല്ലാഹുവിനെ പിടികൂടുകയാണ് ചെയ്തത്. ഫറോവയെ പിടികൂടി. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ, തീർച്ചയായും അതിൽ ഭയപ്പെടുന്നവർക്ക് ഗുണപാഠമുണ്ട്. ഫറോവയുടെ ചരിത്രങ്ങൾ, ആ പ്രശ്നങ്ങൾ, ആ സംഭവങ്ങൾ, അതിൽ ഭയപ്പെടുന്നവർക്കൊരു ഗുണപാഠമുണ്ട്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാനാ, നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടുവാൻ കൂടുതൽ പ്രയാസമുള്ളവർ, അതല്ല ആകാശമാണോ? അതിനെ, ആകാശത്തെ അവൻ നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കാനാണോ കൂടുതൽ പ്രയാസമുള്ളത്? അതല്ല ഈ പ്രപഞ്ചത്തെ, ആകാശത്തെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും സൃഷ്ടിക്കാനാണോ പ്രയാസമുള്ളത്? അതിന്റെ വിധാനം അവൻ ഉയർത്തുകയും അതിനെ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അതിലെ രാത്രിയെ അവൻ ഉണ്ടാക്കുകയും അതിലെ പകലിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു. അതിലെ വെള്ളവും സസ്യജാലങ്ങളും അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങളെ അവൻ ഉയർപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കന്യകാൽക്കും ഉപയോഗത്തിനായിട്ട്. എന്നാൽ ആ മഹാവിപത്ത് വരുന്ന സന്ദർഭമുണ്ടല്ലോ. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, മഴ വർഷിപ്പിച്ചു, പർവ്വതങ്ങളെ ഉയർപ്പിച്ചു, കന്നുകാലികളുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ള, അതായത് സസ്യങ്ങളെയും അതിനുള്ള ആഹാരങ്ങളെയും വെള്ളങ്ങളും എല്ലാം എന്ത് ചെയ്യുകയാണ്? അതിന് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു.
ഭൂമിയകൾ വികസിപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്ന് വെള്ളവും സസ്യജാലങ്ങളും അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കും കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്. എന്നാൽ ആ മഹാവിപത്ത് വരുന്ന സന്ദർഭം ഖിയാമത്ത് നാൾ നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട് എന്ന വാക്യം 30, 31, 32 വാക്കുകളിൽ ഒന്നിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനും ജീവജാലങ്ങൾക്കും നൽകിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. അതായത് മനുഷ്യൻ താൻ അധ്വാനിച്ചു വെച്ചതിനെ പറ്റി ഓർമ്മിക്കുന്നതായ ദിവസം. വബ്രിസത്തിൽ ജഹീമു ലിമൻ യറാ. കാണുന്നവർക്ക് വേണ്ടി നരകം വെളിവാക്കപ്പെടുന്നതായ സന്ദർഭം. ആ ഒരു ദിവസം കാണുന്നവർക്ക് വേണ്ടിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ വെളിവാക്കപ്പെടുന്ന ദിവസം. ഫഅമ്മാ മൻ തഗാ വഅദറൽ ഹയാത്തദ് ദുനിയാ വഇന്നൽ ജഹീമ ഹിയൽ മഅവാ. ആർ അധികമിരിക്കുകയും ഇഹലോക ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു, അന്ന് കത്തിച്ചൊലിക്കുന്ന നരകം തന്നെയാണ് അവന് ലഭിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മിതത്വം പാലിക്കണം, അതിര് കവിയാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമ്മളെല്ലാ കാര്യത്തിലും ഒരു മിതത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നാളെ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഏതൊരാൾ തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തു, അവന് സ്വർഗം തന്നെയാണ് സങ്കേതം. നരകം, ഹിസാബ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഏതൊരുവൻ തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ, അങ്ങനെ ചെയ്തവന് സ്വർഗം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ഈമാനില്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മൾ എത്രയും നേരം ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഓരോ ആയത്തിന്റെയും അർത്ഥങ്ങൾ നമ്മൾ വിശദീകരിച്ചു. فإن الجنة هي المأوى. നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെടണേ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടണേ. മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കുകയും ചെയ്തുവോ, അവനാണ് സ്വർഗ്ഗമെന്ന് പരിശുദ്ധ ഖുർആൻ. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ. ആ അന്ത്യസമയത്തെ പറ്റി, അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് അവർ താങ്കളോട് ചോദിക്കും. പ്രവാചകരെ, താങ്കൾക്ക് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇലാ റബ്ബിക മുൻതഹാ. താങ്കളുടെ രക്ഷിതാവിലേക്ക് അതിന്റെ കലാശം. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാ. അതിനെ ഭയപ്പെടുന്നവർക്കൊരു താക്കീതുകാരൻ മാത്രമാണ് താങ്കൾ. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാ. കഅന്നഹും യൗമ യറൂനഹാ ലം യൽബഥൂ ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹാ. അതിനെ ഭയപ്പെടുന്നവർക്ക് ഒരു താക്കീതുകാരൻ മാത്രമാണ് പ്രവാചകരെ അങ്ങ്. അതിനെ അവർ കാണുന്ന ദിവസം ഒരു വൈകുന്നേരമോ ഒരു പ്രഭാതത്തിലോ അല്ലാതെ അവരുടെ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്തതുപോലെയായിരിക്കും അവർക്ക് തോന്നുക.
നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതായിരിക്കും. നമ്മൾ ജീവിക്കുന്നു 63 വയസ്സ്, 70 വയസ്സ്, 83 വയസ്സ്, 100 വയസ്സ്, 101 വയസ്സ്, 110 വയസ്സ്, ഇങ്ങനെ ഓരോ ആയുസ്സുകൾ മനുഷ്യനല്ലാഹു സംവിധാനം ചെയ്തിരിക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരുന്നതായ സമയത്ത് ഓരോ മനുഷ്യനും എന്താണ് ചിന്തിക്കുക, എന്താണ് അതിനെ അവർ കാണുന്ന ദിവസം, ആ ഖിയാമത്ത് നാളിനെ കാണുന്ന ദിവസമുണ്ടല്ലോ, ഒരു വൈകുന്നേരമോ ഒരു പ്രഭാതത്തിലോ അല്ലാതെ അവർ ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്തതുപോലെയായിരിക്കും അവർക്ക് തോന്നുക. നമുക്കെല്ലാവർക്കും അങ്ങനെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്ഥാനം എന്ന് ഉദ്ദേശിച്ചത് അല്ലാഹുവിന്റെ മുന്നിൽ ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന്റെ നാളിന്റെ വിചാരണയ്ക്ക് വിധേയനാകുന്ന ആ ഒരു സ്ഥാനം അഥവാ നിൽപ്പ് എന്നാണ് മിക്ക വ്യാഖ്യാതാക്കളും വിശദീകരണം നൽകിയിട്ടുള്ളത്. അന്ത്യദിനം അതാ കൃത്യമായി എപ്പോഴാണ് സംഭവിക്കുകയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ത്യദിനത്തെ കുറിച്ച് അറിയിച്ചു കൊടുത്തിട്ടേയില്ല. അറിയിച്ചു കൊടുത്താൽ മാത്രമേ പ്രവാചകനെ അത് പറയാൻ പറ്റുകയുള്ളൂ. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഅ, ആ അന്ത്യസമയത്തെ പറ്റി അത് എപ്പോഴാണ് സംഭവിക്കുകയെന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നു. അവരതാ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഫീമ അൻത മിൻ ദിക്റാഹാ, താങ്കൾക്ക് അതിനെ പറ്റി എന്ത് എന്താണ് പറയാനുള്ളത്? പറയാനില്ല. പ്രവാചകൻ എന്ത് പറയാൻ? അല്ലാഹു അറിയിച്ചു കൊടുത്താലല്ലേ അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനേ, അല്ലാഹുവിനെ മനസ്സിലാക്കണേ. എല്ലാവരും ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഖിയാമത്ത് നാളാകുന്ന ഒരു സമയമുണ്ടല്ലോ, എല്ലാവരും ജീവിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിഞ്ഞുപോയ ആ ജീവിതം, നമ്മൾ 80 വയസ്സ് ജീവിച്ചാലും 100 വർഷം ജീവിച്ചാലും ഒരു പ്രഭാതത്തിലോ ഒരു വൈകുന്നേരമോ ഇവിടെ കഴിച്ചു കൂട്ടിയതുപോലെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണേ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഴിഞ്ഞുപോയി. നമ്മുടെ യുവത്വം നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയി. എന്തേ നമ്മൾ ആദ്യം തോന്നുമ്പോൾ നമ്മുടെ ബാല്യം കഴിഞ്ഞു പോയില്ലയോ? നമ്മുടെ യുവത്വം കഴിഞ്ഞു പോയില്ലയോ? നമ്മുടെ കൗമാരം കഴിഞ്ഞു പോയില്ലയോ? നമ്മുടെ യുവത്വമെല്ലാം കഴിഞ്ഞു പോയി. നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കതാ വാർദ്ധക്യമായി അറിയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നടന്നിരിക്കുകയാണ്. നദീർ, മുന്നറിയിപ്പുകാരനാണ് നര. നമ്മുടെ താടികളെല്ലാം നരക്കുകയാണ്, നമ്മുടെ തൊലികളെല്ലാം ചുളുങ്ങുകയാണ്. സുമുഖനായ മേനിയുള്ള മനുഷ്യനെയോ നമ്മൾ എത്രയോ സൗന്ദര്യത്തിന്റെ ഉടമകളായിരുന്നു. മുഖമതാ വെളുത്തിരുന്നല്ലോ, നല്ല രീതിയിൽ വെളുത്ത ശരീരമായിരുന്നല്ലോ. കുറച്ചെല്ലാവരും സൗന്ദര്യം കണ്ടുകൊണ്ട് നമ്മുടെ പിന്നാലെ വന്നിരുന്നു. പക്ഷേ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോ നമ്മെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ യുവത്വം അങ്ങ് പോയല്ലോ, നമ്മുടെ സൗന്ദര്യം അങ്ങ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ നമ്മുടെ മനസ്സിലതാ തോന്നലുകളാണ്. നമ്മെ ആരും നോക്കുന്നില്ലല്ലോ, നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അതങ്ങനെയാണ്. അങ്ങനെ ആ പാരമ്പര്യം അങ്ങനെ നിലനിന്ന് പോകുകയാണ്. യുവത്വം അത് അവസാനിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് വരുന്നു. അങ്ങനെ ഓരോ വ്യക്തികളും അതാ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇങ്ങനെ പോയിക്കൊണ്ട് ഈ പ്രതിസന്ധികൾ, ഈ വഴികളതാ തരണം, ഈ ഘട്ടങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അവസാനമതാ ഖബർ, ആ ഒരു ഭവനത്തിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്.
ഈ ഖബറെന്ന ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മൾ എന്താണ് സഹോദരന്മാരെ നമ്മൾ സമ്പാദിച്ചത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സമ്പാദ്യമുണ്ടോ? ഞാനും നിങ്ങളും ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സൗഭാഗ്യമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും നന്മകളുണ്ടോ? നമ്മുടെ നന്മകൾ നമ്മൾ അധികരിപ്പിക്കണേ. നമുക്ക് രക്ഷപ്പെടാൻ ഉതകുന്നതായ, നാളെ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുള്ളതായ ഒരു കാര്യം എന്താണെന്നറിയുമോ? സദഖയാണ് കേട്ടോ, ദാനമാണ്. ദാനം ചെയ്യുന്നത് അല്ലാഹുവിന് വളരെ ഇഷ്ടമാണ്. ഒരു കച്ചവടക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ, ഒരു ജോലിക്കാരൻ അവന്റെ സമ്പത്തിൽ നിന്നതാ പാപപ്പെട്ടവനാ കൊടുക്കുകയാണ്, ആഹാരം കൊടുക്കുകയാണ്, 10 രൂപ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ അവന്റെ കൈക്ക് വിഷമമായി തോന്നുന്നെങ്കിലും അതാ അവന്റെ 50 രൂപയും ഒരു 5 രൂപ ഒരു മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനേ, നമ്മുടെ സമ്പാദ്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. കോടികൾ നമ്മൾ സമ്പാദിച്ചു, പക്ഷേ വെറും പാഴായി പോയില്ലയോ? പക്ഷേ ആ കോടികളിൽ നിന്ന് നമ്മൾ സദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സദഖ അതാണ് സ്വർഗ്ഗത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് ദാനം കൊടുക്കുക. അതുപോലെ ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കുക. വിശന്നവനെ വിശപ്പിക്കുക, പട്ടിണി കിടന്നവനെ വിശപ്പിക്കുക, വെള്ളം ദാഹിക്കുന്നവനെ ദാഹിപ്പിക്കുക, കുടിപ്പിക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക. ഇതല്ലയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചല്ലേ, ഹേ മൂസാ, കലീമുല്ലാഹി മൂസാ, അന്ന് തൂരി സിനാ പർവതത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ലയോ, ഹേ മൂസാ, താങ്കൾ പരിശുദ്ധമായ തുവാ എന്ന് പറയുന്ന താഴ്വരയിലാണ്, സിനാ പർവതത്തിന്റെ അടുത്താണ്. താങ്കൾ ചെരുപ്പഴിച്ചു വെക്കണേ മൂസാ. മൂസയോട് പറയുകയാണ്, മൂസാ, അങ്ങ് ചെരുപ്പ് ധരിച്ചു വെക്കണേ. ഞാൻ നിന്റെ സൃഷ്ടാവായ, നിന്റെ നാഥനായ, നിന്റെ മാലിക്കായ, ഈ ലോകത്തിന്റെ അധിപനായ നിന്റെ സൃഷ്ടാവായ തമ്പുരാനാണ്. അതുകൊണ്ട് മൂസാ, നീ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കണേ. നിനക്ക് ഞാനിതാ പ്രവാചകത്വം നൽകുകയാണ്. നീ പോണേ, ഫറവോയുടെ അടുക്കൽ പോണേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവനോട് പറയണേ. നമ്മൾ കേട്ടുകഴിഞ്ഞ സംഭവങ്ങളാണ്. ആ മൂസാ നബി അലൈഹിസ്സലാം അതാ ഈജിപ്തിൽ ചെന്നുകൊണ്ട് ഫറവോയുമായിട്ടതാ മത്സരം നടത്തിയില്ലയോ? അല്ലാഹുവിന്റെ അപാരമായ കഴിവുകൾ മൂസാ നബിയിലേക്ക് നൽകിയില്ലയോ? മാന്ത്രിക വിദ്യകൾ കൊണ്ട് മായാജാലക്കാരുടെ മുന്നിൽ മൂസാ നബി അലൈഹിസ്സലാം അടിപതറാതെ നിന്നില്ലയോ? ഖാലൂ യാ മൂസാ ഇന്നക അൻതുൽ ഖിയാമാ എന്ന് പറയുന്നതായ ആ പരിശുദ്ധമായ സൂറത്ത് ത്വാഹയിലൂടെ പറയുന്നില്ലേ, മൂസാ, താങ്കളിടണോ, ഞങ്ങളിടണോ വടി? അപ്പോൾ പറഞ്ഞില്ലേ, മൂസ പറഞ്ഞു, നിങ്ങൾ ഇട്ടുകൊള്ളുക. അപ്പോൾ അതാ എല്ലാ വടികളും പാമ്പായില്ലയോ? അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം വടി ഇട്ടില്ലയോ? ഭീമാകാരനായ ഒരു പാമ്പായി വന്നുകൊണ്ട് അന്നത്തെ ജ്യോത്സ്യന്മാരുടെ സാഹിര്യങ്ങളുടെ പാമ്പുകളെല്ലാം വിഴുങ്ങിയിട്ട് ആ ഫറവോയുടെ കൊട്ടാരത്തിൽ വിജയം നേടിയ അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാം ആ മൂസയോട് ചോദിച്ചില്ലേ, അല്ലാഹ്, മൂസയെ നീ എനിക്ക് എന്താണ് ചെയ്തത്? മൂസാ, നീ എനിക്ക് വേണ്ടി എന്താണ് മൂസാ നീ ഒരുക്കി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞില്ലയോ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ പടച്ചവനെ, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ പടച്ചവനെ, ഞാൻ ദാനം ചെയ്തിട്ടുണ്ടല്ലോ പടച്ചവനെ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ പടച്ചവനെ, അതെല്ലാം നിനക്ക് വേണ്ടിയല്ലയോ അല്ലാഹ് ഞാൻ ചെയ്തിരിക്കുന്നത്? പിന്നെ എന്താണ് പടച്ചവനെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോഴും അല്ലാഹ് പറഞ്ഞു, മൂസാ, എനിക്ക് വേണ്ടി എന്താണ് മൂസാ നീ ചെയ്തത്? വീണ്ടും മൂസാ നബി ആവർത്തിച്ചപ്പോൾ മൂസയോട് അല്ലാഹു അത് തന്നെ പറഞ്ഞു. വീണ്ടും അതാ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ മൂസ
മൂസ നബി അലൈഹിസ്സലാം അത് തന്നെയാണ് പറഞ്ഞത്. അവസാനം മൂസ നബി ചോദിക്കുന്നു, അല്ല ഞാനിതൊന്നും നിനക്ക് വേണ്ടിയല്ലയോ ചെയ്തത് മൂസ? മൂസ നബി കരയുകയാണ്. മൂസ നബി പറയുകയാണ്, എനിക്കറിയിച്ചു തരണമല്ലോ. അപ്പോൾ മൂസ നബിയോട് അല്ലാഹു പറഞ്ഞില്ലയോ മൂസ, നീ വിശന്നവന് ആഹാരം കൊടുത്തോ മൂസ? നീ ദാഹിച്ചു വന്നവന് വെള്ളം കൊടുത്തോ മൂസ? നിന്റെ മുന്നിലതാ യാചിച്ചു വന്ന യാചകന് നീ ഭക്ഷണം കൊടുത്തോ മൂസ? ആഹാരം കൊടുത്തോ, വസ്ത്രം കൊടുത്തോ, പൈസ കൊടുത്തോ മൂസ? നീ ആഹരിപ്പിച്ചോ മൂസ? പാർപ്പിടമില്ലാത്തവന് നീ പാർപ്പിടം കൊടുത്തോ മൂസ? മൂസ നബി അലൈഹിസ്സലാം കരയുകയാണ്. അല്ലാഹു പറയുകയാണ്, മൂസ എന്നിലേക്ക് അടുക്കാനുള്ള അമലുകൾ, പ്രവർത്തനങ്ങൾ, എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രിയമുള്ള മുഅ്മിനീ, നാം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ കയ്യിലുള്ള 50 രൂപയിൽ നിന്ന് 5 രൂപ പാവപ്പെട്ടവന് കൊടുക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നില്ല. അത് പോയാൽ നമ്മുടെ സമ്പത്ത് കുറഞ്ഞു പോയല്ലോ എന്നുള്ള ചിന്തയാണ്. കച്ചവടം രാവിലെ മുതൽ വെയിൽ കൊണ്ടുകൊണ്ട് കച്ചവടം ചെയ്യുകയാണ്. ഓരോ കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. പാത്രത്തിന്റെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ സ്റ്റേഷനറികൾ നടത്തുന്നവരുണ്ട്, പച്ചക്കറികൾ നടത്തുന്നവരുണ്ട്, ഫ്രൂട്ട്സിന്റെ കച്ചവടം നടത്തുന്നവരുണ്ട്, മത്സ്യത്തിന്റെ കച്ചവടം നടത്തുന്നതുണ്ട്, പലചരക്കിന്റെ കച്ചവടങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു വിഹിതത്തിൽ നിന്നും ഒരു 10 രൂപ കാശ് ഏതെങ്കിലും ഒരു മനുഷ്യന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട്, മോനെ അല്ലെങ്കിൽ ഉപ്പ ഒരു ചായ കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് 10 രൂപ കൊടുക്കുവാൻ ആർക്കെങ്കിലും മനസ്സുണ്ടോ? അവനാണ് വിശ്വാസി എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും കൊണ്ട് നമ്മെ വ്യക്തമാക്കി തന്നതല്ലയോ? അതുകൊണ്ട് സമ്പത്ത് വേണം, ജീവിക്കാൻ സമ്പത്ത് വേണം. പക്ഷെ എന്തിനാണ് സമ്പത്ത് നൽകിയത്? നമുക്ക് അല്ലാഹു തന്ന സമ്പത്തുകൾ, അമിതമായ സമ്പത്ത് നൽകിയത് പാവപ്പെട്ടവനെ സഹായിക്കാനാണ്. നമുക്കൊരു പരീക്ഷണമാണ്. നമുക്ക് നൽകിയ സമ്പത്ത് പരീക്ഷണമാണ്. അല്ലാഹു നൽകിയ സമ്പത്തും മക്കളും പരീക്ഷണമാണ് സഹോദരന്മാരെ. ആ സമ്പത്തും സന്താനങ്ങളെയും നാം ഏത് രീതിയിൽ വളർത്തുന്നുവോ ആ നല്ല രീതിയിൽ വളർത്തിയാൽ അതിന് പ്രതിഫലം നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ കിട്ടും. നമ്മൾ ചിന്തിക്കണം, നമ്മൾ പോകേണ്ട ഖബർ, നരകം, ഇതിനെക്കുറിച്ചൊന്നും ഒരു വിശ്വാസമില്ല. ഇതിനെക്കുറിച്ചൊന്നും ഒരു വിശ്വാസമില്ല. അധ്വാനിച്ച് മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു, ഭാര്യയെ ഊട്ടുന്നു, നല്ലത് തന്നെ. തീർച്ചയായും ഉത്തരവാദിത്തം തന്നെയാണ്. അത് നമ്മുടെ മേൽ കർമ്മമാണ്, നമ്മുടെ മേൽ അർപ്പിതമായ നിർബന്ധമായ കടമയാണ്. ഒരു മനുഷ്യൻ വിവാഹം കഴിച്ചാൽ അവന്റെ ഭാര്യയെയും മക്കളെയും നോക്കുക എന്നുള്ളത് അവനിൽ നിർബന്ധമായ കർത്തവ്യമാണ്. അത് എന്ത് വേല ചെയ്താണെങ്കിലും ഊട്ടിക്കലും പിടിച്ചു ഭരിക്കലുമല്ലാത്ത എന്ത് ഹലാലായ ജോലി ചെയ്തുകൊണ്ട് തന്റെ തന്റെ കുട്ടികളെയും അതുപോലെ തന്നെ മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും നോക്കൽ വളരെ പുണ്യകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അല്ലാഹു പറഞ്ഞതായ സദഖയുണ്ടല്ലോ, ദാനധർമ്മമുണ്ടല്ലോ, അതുപോലെ തന്നെ നിസ്കാരമുണ്ടല്ലോ, നോമ്പുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുകയുള്ളൂ. സഹോദരന്മാരെ, നമ്മുടെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം സ്വർഗമായിരിക്കും. കുറച്ചുനാൾ ജീവിച്ചു, എല്ലാവരും നമ്മെ എടുക്കുകയാണ്. കുറച്ചുനാൾ ജീവിച്ചു, അങ്ങനെ അതാ മരിക്കുകയാണ്. ജനാസയതാ ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിലെ ആ പള്ളിക്കാട്ടിൽ മണ്ണിലേക്ക് ഇറച്ചി വെക്കുകയാണ്. ഒന്നുമില്ല പോകുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? അധ്വാനിച്ച അധ്വാനം മുതലെല്ലാം നമ്മുടെ മക്കളും ഭാര്യയും അങ്ങ് കൊണ്ടുപോയി, അവരുടെ തലമുറകൾ കൊണ്ടുപോയി. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ തർത്തീബായി അങ്ങനെ കൊണ്ടുപോകും. നമ്മൾ എന്ത് സമ്പാദിച്ചു? അള്ളാന്റെ അടുക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭാര്യയെ നോക്കി. അപ്പോൾ അള്ളാഹ് ചോദിക്കും, നീ ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്തോ മോനെ? നിന്റെ മുന്നിൽ ഒരു യാചകൻ വന്നു, അല്ലെങ്കിൽ നീ യാചകനെ കണ്ടുപിടിച്ചുകൊണ്ട്, ഒരു ദരിദ്രനെ കണ്ടുപിടിച്ചുകൊണ്ട് നീ കൊടുത്തോ മോനെ? ഇതൊന്നും നീ ചെയ്തിട്ടില്ല. ഇതൊക്കെ നിന്നോട് ഞാൻ വ്യക്തമായി പറഞ്ഞില്ലയോ? ഖുർആനിലൂടെയും ഹദീസിലൂടെയും പറഞ്ഞില്ലേ? അസ്സദഖത്തു റദ്ദുൽ ബലാ, ആപത്തിനെ തടയും. ദുനിയാവിലെയും ആഖിറത്തിലെയും ആപത്തിനെ തടയുന്നതാണ് സദഖ എന്ന് പറയുന്നത്. ഒരിക്കലും സദഖ ചെയ്യൽ കൊണ്ട് പൈസ കുറയില്ല.
10 രൂപ ഒരു മനുഷ്യന് നിങ്ങൾ കൊടുത്തു നോക്കിക്കോ, ഒരു 100 രൂപ നിങ്ങൾ ഒരു മനുഷ്യന് കൊടുത്തു നോക്കിക്കോ. ഒരു ബുദ്ധിമുട്ടിൻ്റെതായ അവസ്ഥയിൽ നമ്മോടാരെങ്കിലും 10 രൂപ ചോദിക്കുമ്പോൾ 50 രൂപ ചോദിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കുമ്പോൾ ഇത് കാണുന്നതായ തമ്പുരാനുണ്ടല്ലോ, അവൻ അറിയാത്ത രീതിയിൽ അവന് പൈസ അധികരിപ്പിച്ചു കൊടുക്കുകയാണ്. ഹദീസുകളാണ് ഖുർആനിലും ഹദീസിലും അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായി കാണാം. സമ്പത്ത് കൊടുക്കുന്നത് കുറയുകയല്ല, അത് അധികരിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ സമ്പത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ സദഖയിലൂടെ സകാത്തിലൂടെ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ 100 രൂപയോ 500 രൂപയോ 1000 രൂപയോ ഉണ്ടെങ്കിൽ നമുക്കൊരു മനുഷ്യന് നമ്മൾ 10 രൂപ കൊടുക്കണം. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവന്റെ ഒരു ദുആ അത് വളരെയധികം പവർഫുൾ ആണ്. നമുക്ക് പിന്നീടാണ് അത് കിട്ടുക. ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം ചിലപ്പോൾ തരും, ആഖിറത്തിൽ വെച്ച് തീർച്ചയായും തരും. സദഖ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ധനങ്ങൾ കുറയുന്നില്ല. അതുകൊണ്ട് പ്രിയ മുഅ്മിനീങ്ങളെ, നമ്മൾ പരിശുദ്ധ ഖുർആനും ഹദീസും അനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. എല്ലാം നന്മയുടെ വഴികളാണ് നമ്മോട് പറയുന്നത്. നന്മ മാത്രമാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. തിന്മയാണോ സഹോദരന്മാരെ? പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തത്വസംഹിതകളെ തകർക്കുവാൻ, ഇസ്ലാമിനെ അടിച്ചിരുത്തുവാനായി, ഇസ്ലാമിന്റെ വക്താക്കളെ മുസ്ലിമീങ്ങളെ അല്ലാഹുവിന്റെ ദീനിനെ ഫസാദാക്കുവാൻ, അല്ലാഹുവിന്റെ ദീനിനെ തകർക്കുവാനായി പലരും കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നും കാണുന്നില്ല എന്നുള്ള തോന്നൽ വേണ്ട. എല്ലാം കാണുന്നുണ്ട് പടച്ച തമ്പുരാൻ. പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയിറക്കുന്നതായ ഒരു സമയമുണ്ട്. ആ സമയം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയെങ്ങാനും ഒന്ന് ഇളക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ പിടിച്ചു നിർത്തുവാൻ ഏത് ദൈവമാണുള്ളത്? ഇഷ്ടംപോലെ ഇലാഹുകൾ ഭൂമി ലോകത്തുണ്ട്. ഏത് ഇലാഹിനെ പിടിച്ചു നിർത്താൻ പറ്റും? പറ്റില്ല. ഒരു ഇലാഹിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷേ ഞാൻ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ വ്യക്തമായ രീതിയിൽ അതിനെ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിന് ചില സമയങ്ങളിൽ അല്ലാഹു ചരിച്ചാൽ ഒരു ദൈവത്തിനും സാധിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. എന്തിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? നമ്മൾ എന്തിനെയാണ് ഇഷ്ടപ്പെടേണ്ടത്? നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു അവന്റെ റസൂൽ മാത്രമായിരിക്കണം. പ്രവാചകന്മാരും അതുപോലെ തന്നെ അവിടുത്തെ ഖുലഫാഉർ-റാഷിദീങ്ങളുടെ ജീവിതത്തിൽ ദാനധർമ്മം, അബൂബക്കർ ജീവിതത്തിലെ മുഴുവനും ദീനിനു വേണ്ടി ദാനം ചെയ്തില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊടുത്തില്ലയോ? അബൂബക്കറിനെ പോലെ ദാനശീലനായ വ്യക്തി ആരെങ്കിലും ഉണ്ടോ? ഉമറുൽ ഫാറൂഖിനെ പോലെ ദാനശീലനായ വ്യക്തിയുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ ദാനശീലനായ ആളുണ്ടോ? അവരെല്ലാവർക്കും പണമുണ്ടായിരുന്നു. പക്ഷേ അവരതാ പണങ്ങളെല്ലാം കൊടുത്തില്ലയോ ദീനിനു വേണ്ടി? അവരുടെ ജീവിതത്തിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂലും അതുപോലെ തന്നെ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുവാനുള്ള സമ്പത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ സമ്പത്തുകൾ നമ്മൾ മുഴുവൻ ചെലവഴിച്ച് നമ്മൾ അങ്ങനെ ആകണമെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അവരുടെ പദവി വേറെ, നമ്മുടെ പദവി വേറെ. അവരുടെ ഈമാനും നമ്മുടെ ഈമാനും വളരെ വ്യത്യാസമാണ്. അബൂബക്കറിന്റെ ഈമാൻ ഒരു തട്ടിലും, ഭൂമിയിലുള്ള എല്ലാ വിശ്വാസികളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ കനം കൊണ്ട് ആ തുലാസിലെ ആ ത്രാസ് അങ്ങോട്ട് താഴുമല്ലോ. ഞാൻ പറഞ്ഞതാണോ? അല്ല.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തമായ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ച കാര്യമല്ലയോ? അബൂബക്കറിന്റെ സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം, ദീനിനോടുള്ള സ്നേഹം, ഉമറുൽ ഫാറൂഖിന്റെ സ്നേഹം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം, അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം. എന്ത് സ്നേഹമായിരുന്നു ദീനിനോട്! നമ്മളൊക്കെ അവസരത്തിനകത്ത് ദീനിനെ വിൽക്കുന്നവനാണ്, നമ്മൾ അവസരത്തിനകത്ത് വിൽക്കുന്നവനാണ്. ചില ആളുകളുണ്ട് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മുടെ പേരുകൾ മാറ്റി പറയും. മാമ എന്ന് വിളിക്കുന്നിടത്ത് അങ്കിൾ, മാമൻ. എന്താ അവർക്ക് വിടുവോ മനുഷ്യ? നമ്മള് മാമാനെ മാമ എന്ന് തന്നെ വിളിക്കണേ, കൊച്ചാപ്പാനെ കൊച്ചാപ്പ എന്ന് വിളിക്കണേ. എന്തേ നിങ്ങൾ മറ്റുള്ളവരുടെ അടുക്കൽ ഇത് പറയുമ്പോൾ അവരെന്തേ നമ്മുടെ അടുക്കൽ അത് പറയാത്തത്? നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ. ആരുടെ കല്യാണമായിരുന്നു? അതെന്റെ കൊച്ചച്ഛന്റെ മോന്റെ കല്യാണമാണ്, അല്ലെങ്കിൽ കൊച്ചമ്മയുടെ കല്യാണം. നിന്റെ ഇളയമ്മാടെ മോന്റെ കല്യാണമാണ്, നിന്റെ മൂത്താപ്പാടെ മോന്റെ കല്യാണമാണെന്ന് പറയാൻ ലജ്ജയാണ്. നേരെ മരിച്ച് അവര് പറയുമോ ഇന്ന് എന്റെ കൊച്ചാപ്പാടെ മോന്റെ കല്യാണം, അല്ലെങ്കിൽ എന്റെ മൂത്താപ്പാട് പറയില്ല സഹോദര. നിങ്ങൾ ചിന്തിച്ചോ? പറയില്ല. അവരവരുടേതായ അന്തസ്സിൽ നിൽക്കും. പക്ഷെ നമ്മളെന്തോ നമ്മൾക്ക് ലജ്ജയാണ് മുസ്ലിം എന്ന് പറയാൻ. നമ്മൾ അന്തസ്സോടുകൂടി പറയണം. നമ്മളെ إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن ممن قولا دعا إلى الله وعمل صالحا فقال إنني من المسلمين. അവരാണ് മുസ്ലിമീങ്ങൾ. ഞാൻ മുസ്ലിമാണെന്ന് പറയും. അതാണ് ഈമാൻ. ഇന്നമൽ മുഅ്മിനൂന الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. നമ്മളൊക്കെ എങ്ങനെയാണോ അല്ലാഹുവിനെ കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങൾ കിട്ടിമ്പം കൊള്ളണം. ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ രോമാഞ്ചമാകണം. ഒരു ആയത്ത് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ രോമാഞ്ചം, നമ്മുടെ ശരീരം മുഴുവൻ എന്ത് ചെയ്യും? ഒരു തിരിച്ചു പോകും. അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കില്ലെങ്കിൽ, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെ ശരീരം കോരിത്തെരിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിൽ എന്തുണ്ട്? കുറവുണ്ട്, പോരായ്മയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വസീഖൽ كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا كلمة العذاب على الكافرين قيل ادخلوا أبواب جهنم خالدين فيها وبئس مثوى المتكبرين. എന്തേ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ? അതാ കാഫിരീകളെ, അവിശ്വാസികളെ അതാ കൊണ്ടുവരികയാണ്. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. അതാ നരകത്തിലേക്ക് അവരെ ആനയിച്ചു കൊണ്ടുവരികയാണ്. പിന്നെ നരകത്തിന്റെ കവാടത്തിന്റെ വാതിൽക്കൽ വരുമ്പോൾ
മലായികത്തുകൾ പറയുകയാണ്, നിങ്ങളിലേക്ക് അതാ വന്നില്ലയോ, ദൂതന്മാര് വന്നില്ലയോ, നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ആളുകൾ വന്നില്ലയോ, ഇന്നതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആള് വന്നില്ലയോ? അവര് പറയും വന്നിരുന്നു, പക്ഷേ നിങ്ങളത് സ്വീകരിച്ചില്ല. നിങ്ങൾ അങ്ങോട്ട് നരകത്തിലേക്ക് പോകും, നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. നരകത്തിലേക്ക് മലായികത്തുകൾ വലിച്ചെറിയുന്ന ഒരു സന്ദർഭം. ഈ ഭൗതിക ലോകത്ത് നമുക്ക് ജീവിതം തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നരകം സജ്ജീകരിക്കുവാനും അതിലേക്ക് വിചാരണയിലൂടെ അതിലേക്ക് ഇടുവാനും സാധിക്കില്ല എന്നാണ്. തീർച്ചയായും സാധിക്കും. നേരത്തെ പറഞ്ഞില്ലേ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനാണോ പാട്, നിസ്സാരനായ നമ്മെ സൃഷ്ടിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വ്യക്തമായി പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ ആ കാര്യം നമ്മൾ എവിടെ വെച്ചാണ് പറഞ്ഞത്? ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ്, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. നമ്മുടെ ഇസ്ലാം, ഞാൻ മുസ്ലിമാണ് എന്തന്തസ്സോടെ പറയുന്നവനെ അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഈമാൻ നമ്മുടെ ശിആർ, ഞാനൊരു മുസ്ലിമാണ്. തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് താടിയിൽ വെച്ചുകൊണ്ട് പോയാൽ അപമാനമായി തോന്നുന്ന മനുഷ്യ, നേരെ മറിച്ച് തലയിൽ തൊപ്പിയും താടിയും വെച്ചുകൊണ്ട് ഇസ്ലാമികമായ ചുറ്റുപാടിൽ ജീവിച്ചാൽ നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അഭിമാനമാണ്. അല്ലാഹുവിനെയാണ് നമ്മൾ ഇഷ്ടം വെക്കേണ്ടത്, സമൂഹത്തെയാണ് നമ്മൾ ചിന്തിക്കണം. സമൂഹത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്ത് വാല്യൂ ഉണ്ട്? ഒരു വാല്യൂമില്ല. മനുഷ്യൻ അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും നമുക്കും ഒരു കാര്യമില്ല. അല്ലാഹുവിന്റെ സർട്ടിഫിക്കറ്റ് അത് വാങ്ങിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഉള്ളതുപോലെ അവർ ചെയ്താൽ മതി, എന്നാൽ നമുക്കതേ സാധിക്കുകയുള്ളൂ. പക്ഷേ സ്വഹാബാക്കളുടെ നിസ്കാരങ്ങളും നമ്മുടെ നിസ്കാരവും തമ്മിൽ തുലനം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അവരുടെ തലമുറ ആ കാലഘട്ടം അപ്പൊ നമ്മള് ആ കാലഘട്ടത്തെ സംബന്ധിച്ച് അവരുടെ കാലഘട്ടവും നമ്മുടെ കാലഘട്ടവും വ്യത്യാസം. അപ്പോൾ ആദ്യത്തെ ആ സ്വഹാബാക്കളുടെ കാലഘട്ടവും ഇപ്പോഴത്തെ ജനങ്ങളുടെ കാലഘട്ടം നമുക്ക് പറ്റും? ഇല്ല. ക്ഷമയുടെ പ്രതീകമായിരുന്നവരെല്ലാവരും ക്ഷമയില്ലാത്തവരുമുണ്ട്, ക്ഷമയുള്ളവരുമുണ്ട്. പക്ഷേ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ക്ഷമയാണ്. ഞാൻ ഇന്ന് രാവിലെ സ്റ്റാറ്റസിലിടുകയുണ്ടായി. എന്താണിട്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ടൊരു മനുഷ്യൻ പറഞ്ഞു, എന്റെ സേവകന്റെ പോരായ്മകൾ ഞാൻ എത്ര പ്രാവശ്യം മാപ്പാക്കണം പ്രവാചകരെ. എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എന്റെ സെർവന്റിന്റെ അവന്റെ കഴിവ് കുറവുകൾ, അവന്റെ പോരായ്മകൾ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം, മാപ്പാക്കണം പ്രവാചകരെ. ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തുല്യതയില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ പറഞ്ഞു, 70 പ്രാവശ്യം നീ അവന്റെ പോരായ്മകൾ ക്ഷമിക്കണം മനുഷ്യ. നമ്മൾ മുതലാളിയാണ്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയുണ്ട്. ഇപ്പോൾ ആസാമിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പല രാജ്യത്തിൽ നിന്നും പല ഭാഷ സംസാരിക്കുന്നവർ വരുമ്പോൾ ആ മുതലാളിയാണ്. നമ്മുടെ സെർവന്റുകളാണ്. അവരെ യഥാർത്ഥിയായ കരിക്ക് കച്ചവടത്തിന് വേണ്ടി നിർത്തുകയാണ്. ഫ്രൂട്ട്സിന്റെ ഏതെങ്കിലും ഒരു മുന്തിരി എടുത്ത് വെച്ചിട്ട് കച്ചവടം ചെയ്യാൻ അവരെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ വഴിയരികിൽ കാണുന്നുണ്ട്, പേരയ്ക്ക വിൽക്കുന്നവരുണ്ട്, ഓറഞ്ച് വിൽക്കുന്നവരുണ്ട്, മുന്തിരി വിൽക്കുന്നവരുണ്ട്, ആപ്പിൾ വിൽക്കുന്നവരുണ്ട്. പാവങ്ങൾ അതാ പണിയെടുക്കുകയാണ്. എന്തിനാണ് അവർ പണിയെടുക്കുന്നത്?
അവരുടെ കുടുംബത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മൾ ഗൾഫിൽ പോയി ജോലിയെടുക്കുന്നത് പോലെ നല്ലവരായ വ്യക്തിത്വത്തിന്റെ ഉടമകളായ അതാ അന്യഭാഷ സംസാരിക്കുന്നവരായ അന്യഭാഷ തൊഴിലാളികൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ നമ്മൾ കണ്ടു ഒരു കൊച്ചൻ കരയുന്നത് ഒരിക്കലും പാടില്ല. അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണേ, മാന്യമായ ആഹാരം കൊടുക്കണേ, മാന്യമായ ഇടപാടുകൾ നടത്തണേ. വഖൂലൂ ഖൗലൻ മഅറൂഫാ. നമ്മൾ നല്ല കലാമുകൾ സംസാരിക്കണം. അവരോട് എന്ത് ചെയ്യരുത്? അവരെ കയർത്ത് അവർ ചെയ്യുന്ന ഒരു കൃത്യങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കണം. നീ എന്താണ് അത് ചെയ്യാറുള്ളത്? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ആ പെട്ടി എടുത്ത് അവിടെ വെക്കരുതെന്ന്? അല്ലെങ്കിൽ നീ എന്താണ് എടുത്ത്? നമ്മൾ സ്വാഭാവികമായി നമ്മൾ ദേഷ്യം വന്നു പോകും. പക്ഷേ ചീത്തയായ വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് എന്ന് മനസ്സിലാക്കിയാൽ അവരെ മാറ്റണം. എന്നിട്ട് അവരെ എന്ത് ചെയ്യുക? നല്ലവർക്ക് നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നടത്തണം. കാശ് എന്ന് പറയുന്ന സാധനം മനുഷ്യനെ ചതിക്കുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധ വേണം. ഇപ്പോൾ CC ക്യാമറയും മറ്റും ഉള്ളതുകൊണ്ട് ക്യാഷ് ഒരാൾ തനിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ചെറുതായിട്ടെങ്കിലും എടുത്താൽ കൊള്ളാമെന്നുള്ള ആശയമുണ്ടാവും. പക്ഷേ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളുണ്ടെങ്കിൽ അവരുടെ പോരായ്മകളെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. ആ മോനെ അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, നമുക്കെന്ത് സംഭവിക്കും? നമ്മൾ എളിമയിൽ പെരുമാറി വിട്ടേക്ക്. പക്ഷേ എന്റെ മുതലാളിയെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണം. അത് വേറെ വസ്തുത. നമ്മളെ ഏതൊരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാലും നമുക്ക് ഒരാൾ നമ്മളെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്, അതിന്റെ നേതൃത്വം നമ്മൾ കൊടുക്കണം. പക്ഷെ കലവില ഉണ്ടാക്കാനോ ഒന്നും പാടില്ല. നമ്മൾ നല്ല രീതിയിൽ നോക്കുകയും അവർ നോക്കുമ്പോൾ അവരോട് നമ്മൾ കയറുകയും ചെയ്യരുത്. 70 പ്രാവശ്യം സേവകന്റെ പോരായ്മകൾ മാപ്പ് ചെയ്യണം. 1 മാപ്പ് ചെയ്തു, 2 മാപ്പ് ചെയ്തു, 3 മാപ്പ് ചെയ്തു, 4 മാപ്പ് ചെയ്തു, 10 എണ്ണം വരെ മാപ്പ് ചെയ്തിട്ടും നമുക്ക് 3 പ്രാവശ്യം ചെയ്യുമ്പോൾ 4ാമത് നമ്മൾ കലിപ്പ് വരും. പക്ഷെ പ്രവാചകൻ പറഞ്ഞ 70 പ്രാവശ്യം. കാരണം ഒരു ദിവസം 70 പ്രാവശ്യം ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ അവനോട് കയർത്ത് സംസാരിക്കുകയോ അവന്റെ മനസ്സിനെ വിഷമിപ്പിക്കുകയോ ചെയ്യരുത്. ഇസ്ലാം നൽകുന്ന അധ്യാപനം ഏത് മതത്തിലുണ്ട്? ഇസ്ലാമിന്റെ തത്വസംഹിതകൾ മനസ്സിലാക്കാതെ ഇസ്ലാമിനെ ചീത്ത പറയുന്ന, കുറ്റം പറഞ്ഞു നടക്കുന്നവർ, പ്രവാചകനെ നിസ്സാരവൽക്കരിക്കുന്ന മനുഷ്യ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിക്കണം. നിങ്ങൾക്കറിയില്ലേ തുമാമയെ അല്ലാഹുവിന്റെ പ്രവാചകൻ വെറുതെ വിട്ടു? തുമാമയെ അല്ലാഹുവിന്റെ പ്രവാചകൻ വെറുതെ വിട്ടു. ഇസ്ലാമിനോട് ശത്രുത പുലർത്തുകയും സ്വഹാബാക്കളെ ആക്രമിക്കുകയും ചെയ്തതായ തുമാമ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് തുമാമയ്ക്ക് വേണ്ട ആഹാരങ്ങൾ നൽകിയില്ലയോ? നല്ല കാര്യങ്ങളല്ലയോ സംസാരിച്ചത്? ഇതിന്റെ കൂടെ തന്നെ തുമാമയെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചില്ലയോ? സ്വഹാബാക്കളെ കൊന്നുകളയുക വരെ ചെയ്തിട്ടുണ്ട്. സ്വഹാബാക്കളെ ആക്രമിക്കുകവരെ ചെയ്ത മനുഷ്യനെ പ്രവാചകൻ തന്റെ ദീനിലേക്ക് ക്ഷണിക്കുകയാണ്, സത്യമതത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷെ അവിശ്വാസിയായ അയാൾ എന്ത് ചെയ്തു? അതിലേക്ക് വരികയെന്നല്ല, വരികയെ ചെയ്തത് കൂടാതെ പ്രവാചകന്റെ മറ്റു വാക്കുകളെ ധിക്കരിക്കുകയും ഇസ്ലാമിനോട് ശത്രുത തന്നെ കാണിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ക്ഷമിച്ചു. അവസാനം 3ാമത്തെ ദിവസം തുമാമയോട് പറഞ്ഞു, നിനക്ക് പോകാം. നമ്മളാണെങ്കിൽ എന്താണ് നീ ആരാ എന്നൊക്കെ ചോദിച്ച് 2-3 പൊട്ടിയിൽ കൊടുത്തിട്ട് നിന്നെ നമുക്ക് കിട്ടി എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇടിച്ചവന്റെ പരിപ്പിളക്കി വിടും. എന്തേ സഹാബാക്കൾ ആരോഗ്യം കാണിച്ചാണോ? ഉമറുൽ ഫാറൂഖ്, അലി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഖൈബറിന്റെ കോട്ട. ആ കോട്ടയുടെ വാതിൽ ഒറ്റ കൈകൊണ്ട് പിടിച്ച് പരിചയാക്കിയ അലി ഇബ്നു കറമല്ലാഹു വജ്ഹഹു. ആരോഗ്യമില്ലാത്ത മനുഷ്യനാണോ? ആ കോട്ടവാതിൽ നടക്കുവാൻ എത്രയോ സഹാബാക്കൾ നോക്കിയിട്ട് നടന്നില്ല. പക്ഷെ അല്ലാഹു അലി റളിയല്ലാഹുവിന്റെ പവർ കൊടുത്തു.
മൂസ നബി അലൈഹിസ്സലാം ഖിബ്തിക്ക് ഒരു അടി തള്ളി മാറ്റിയതേ ഉള്ളൂ. ഖിബ്തി മരിച്ചു. ആരോഗ്യം കിട്ടു. അല്ലാഹു ആരോഗ്യവൻ അനുഗ്രഹമാണ്. പക്ഷേ നമ്മളോ പ്രവാചകൻ പതുക്കെ തല്ലിയാ മതി, പ്രവാചകൻ മരിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കൈവച്ച് മരിക്കും. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് ഒരു മനുഷ്യനെയും തല്ലിയിട്ടില്ല, ഒരു മനുഷ്യനോടും ദേഷ്യപ്പെട്ടിട്ടില്ല. എന്ന് പോലും അതാ പറഞ്ഞിട്ടില്ല. അനസേ നീ എന്താണ് ചെയ്യാത്തതെന്ന് 10 വർഷക്കാലം ഖിദ്മത്ത് നടത്തിയ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലയോ, എന്നോട് എന്തേ അനസേ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ തുമാമയോട് പറയുകയാണ്, തുമാമ നീ സ്വതന്ത്രനായി പോയിക്കൊള്ളണേ, ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ഉറവിടമായ നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ കൊണ്ടുവരണേ ആ പ്രവാചകന്റെ സ്നേഹം. ആ മഹത് വ്യക്തിത്വത്തെ നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ചങ്കിലെ ചോരയാക്കണേ.